അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈമൂൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. ഹലോ റമലാൻ കരീം. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 10ാമത്തെ നോമ്പും കഴിഞ്ഞു. 2ാമത്തെ പത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെയൊക്കെ മഴ ഉണ്ടോ? ഇന്നലെയൊക്കെ രാത്രി ആകുമ്പോൾ നല്ല മഴയാണ്, ഇടിയും മിന്നലും ഒക്കെ ആയിട്ട് അടിപൊളി മഴയാണ്. അപ്പം ആ സമയത്ത് കുറച്ചൊരു തണുപ്പുണ്ടാവും എന്നല്ലാണ്ട് പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ നല്ല ചൂടിലേക്കാണ്. അപ്പം നോമ്പിൻ്റെ ആ ഒരു ദാഹവും ചൂടും ഒക്കെ ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന കൂൾ ഡ്രിങ്ക്സിനൊന്നും ഒരുപാട് തണുപ്പൊന്നും ഇടണ്ട കേട്ടോ. കാരണം ഇപ്പോൾ ഉള്ള ഈ ഒരു രോഗാവസ്ഥയിൽ എന്തെങ്കിലും ഒരു തണുപ്പോ ചുമയോ ഒക്കെ ഉണ്ടായാൽ പിന്നെ അത് വേറെ രോഗങ്ങളിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പോൾ ഇന്നിപ്പം ഞാൻ കുറച്ച് പച്ചരി അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബീഫുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കിണ്ണത്തിൽ വീത്തിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ടാക്കോസ് എന്ന് പറയുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ടാക്കോസ് ശരിക്കും പറഞ്ഞാൽ മെക്സിക്കൻ ഡിഷാണ്. അത് ഞാനിപ്പം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ, മെയിൻലി കേരള സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് മാവ് ഉണ്ടാക്കണം, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫില്ലിങ്ങും വേണം. ഞാനിപ്പോൾ ആദ്യം മാവ് കുഴച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിപ്പം 1/2 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. റവയും മൈദയുമാണ് ഇതിൻ്റെ ആ ഒരു മിക്സ്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പം 1 ടീസ്പൂൺ അയമോദകം, അതായത് അജ്വൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുറുക്കിലൊക്കെ ഇട്ട് കൊടുക്കുന്നത്, ചെറുതായിട്ടൊരു ജീരകത്തിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഉള്ളതാണ്, പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. അതിട്ടിട്ട് നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും ഇട്ട് കൊടുക്കണം. ഓയിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് തിരുമിയെടുക്കുക. നമ്മൾ പുട്ടിനൊക്കെ തിരുമുന്നില്ല, അതേപോലെ ആദ്യം കൈ കൊണ്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കാം ഈ മാവിലേക്ക്, മൈദയിലേക്ക്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ അങ്ങ് കുഴച്ചെടുക്കണം. ഇതിപ്പം ഓയിൽ ഫ്രൈ ആണ്. പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് ആ ഒരു ഫില്ലിംഗ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ പൊട്ടാറ്റോ ആണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ പുറമേയുള്ള ആ ഒരു ഷീറ്റ് എന്ന് പറയുന്നത് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ തിന്നാൻ നല്ല ക്രിസ്പിയും സോഫ്റ്റും ആയിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഓയിൽ ഇട്ട് കൊടുക്കാൻ മടിക്കണ്ട. കുറച്ച് ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ചിട്ടൊരു 3-4 മണിക്കൂർ അവിടെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ നിൽക്കട്ടെ. അപ്പോഴേക്കും സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ മാവ് കുഴച്ചിട്ട് ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം മസാല കിണ്ണത്തപ്പം, അതായത് കിണ്ണത്തിൽ വീത്തിയത് ഉണ്ടാക്കാനായിട്ട് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് ബീഫേ ഉള്ളൂ, ഞാനൊരു പ്ലേറ്റിൽ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, നോമ്പും കൂടിയല്ലേ, അപ്പോൾ ഒരുപാടൊന്നും ചിലവാകില്ല. അപ്പം ബീഫ് സാധാരണ നമ്മൾ കറിക്ക് എന്തൊക്കെയാണോ ഇട്ട് കൊടുത്തിട്ട് വേവിക്കുന്നത് അതേപോലെ തന്നെയാണ് വേവിക്കേണ്ടത്. ഞാനിപ്പോൾ കുക്കറിലേക്ക് കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 മുറിയോളം സവാളയും എന്താ പറയേണ്ട കുറച്ച് പൊടികളും, സാധാരണ നമ്മുടെ ഇറച്ചിക്കറിയിലിടുന്ന പൊടികൾ തന്നെ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 1-2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല, വേണമെങ്കിൽ ഒരു തക്കാളി അങ്ങനെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി കുഴച്ചെടുത്തിട്ട് ഈ ബീഫ് മുങ്ങുന്ന കണക്കിന് അല്ലെങ്കിൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഒരു 1-1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കിയിട്ട് വേവിച്ചെടുക്കണം. ബീഫ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വേവട്ടെ. അതിനുശേഷം പിന്നെ ഉള്ളി ഇട്ടിട്ടൊന്ന് തൂയിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു മസാല കിണ്ണത്തപ്പം എന്ന് പറയുന്നത് ഞാൻ 1-2 തവണ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിൽ ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടുണ്ട്, ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കുന്നതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു റെസിപ്പി അതേപോലെ ഫോളോ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണാണ്ടിരിക്കരുത്. ഇതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ചില റെസിപ്പീസ് ഞാൻ ആദ്യം ഇട്ടത് തന്നെ പിന്നെയും വ്ളോഗുകൾ ചെയ്യുമ്പം വീണ്ടും വീണ്ടും ഞാൻ കാണിക്കുന്നുണ്ടാവും. ചിലത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ ആദ്യം ചെയ്തതിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡിലോ മാറ്റങ്ങൾ ഉണ്ടാവാനും സാധ്യത ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോസ് കാണാണ്ടിരിക്കരുത്. കാരണം ഈ അരി അരച്ചെടുക്കുന്നത് ആദ്യത്തെ റെസിപ്പീസിനെക്കാട്ടിലും കുറച്ചൊരു മാറ്റമുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3-4 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുഞ്ഞുള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി ഒരു 1/2 മുറിയൊക്കെ ഇട്ട് കൊടുക്കാം. കുഞ്ഞുള്ളിയും ഏലക്കായുമാണ് ഈ കിണ്ണത്തിൽ വീത്തിയതിൻ്റെ അരിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മിസ് ചെയ്യേണ്ട. ഏലക്കായും കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതും നന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പം വെള്ളത്തിൽ നിന്നും ഊറ്റിയിട്ട് ഞാൻ ആ പച്ചരിയും കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക.
അപ്പോൾ മിക്സിയിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തതെല്ലാം നിങ്ങൾ കണ്ടു. ഏലക്കായ, കുഞ്ഞുള്ളി, അതുപോലെ തേങ്ങ, പച്ചരി എല്ലാം ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ആദ്യം ഞാൻ കാണിച്ച റെസിപ്പീസിൽ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചോറും കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ചോറില്ലെങ്കിലും നമുക്ക് ഈ ഒരു മസാല കിണ്ണത്തപ്പം വെറും പച്ചരി മാത്രം അരച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം. അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിലിപ്പോൾ എൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ ചോറില്ല ചേർത്ത് കൊടുക്കാൻ. അതുകൊണ്ടാണ്, ഉണ്ടെങ്കിൽ കുറച്ച് ചോറ് ചേർത്ത് കൊടുക്കാം, നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി ചോറില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിരിക്കും. കുറച്ച് ലൂസാക്കിയിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പം അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏലക്കായൊക്കെ ചേർത്തതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു തരികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ പച്ചരിയിൽ നെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതിനി അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പം ആ മിക്സി കഴുകിയിട്ട് 1-2 ഗ്ലാസ് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും ഈ കിണ്ണത്തപ്പം എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടുള്ള മാവാണ് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടാൻ. അപ്പം ഞാനിപ്പം ഒരു ഗ്ലാസ്സൊക്കെ വെള്ളം മിക്സി കഴുകിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങ് പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഞാനിപ്പം അരിമാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങ് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം ചോറില്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ കിണ്ണത്തപ്പം ഒന്നും ഉണ്ടാക്കാണ്ടിരിക്കണ്ട. ചോറില്ലാണ്ട് തന്നെ പച്ചരി മാത്രം ആയാലും കുറച്ച് തേങ്ങൻ്റെ അളവ് ഒന്ന് കൂട്ടിയിട്ട് കൊടുത്തിട്ട് ലൂസാക്കിയിട്ടുള്ള മാവാക്കി എടുത്താൽ അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പം കിട്ടും. അപ്പോഴേക്കും ബീഫ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനിയിപ്പം ഉള്ളി ഒന്ന് തൂങ്ങിച്ചെടുക്കണം. സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഉള്ളി തൂങ്ങിക്കുന്നതായിരിക്കും കൂടുതലും ടേസ്റ്റ്. അപ്പം ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചൂടായപ്പം അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാളയും ഒരു 3-4 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്നങ്ങ് സോഫ്റ്റ് ആവാനായിട്ട് കുറച്ച് ഉപ്പ്, അധികം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട, കാരണം നമ്മൾ ബീഫിൽ ഉപ്പിട്ടതാണ്. ഈ ഉള്ളിക്ക് കണക്കായിട്ടുള്ള ഉപ്പിട്ടിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. നന്നായി സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ആ വേവിച്ചിട്ടുള്ള ബീഫ് ആ കക്കത്തോടു കൂടി ഗ്രേവിയോട് കൂടി തന്നെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി നന്നായി ഒന്നങ്ങ് കുഴച്ചെടുക്കാം. ആ എണ്ണയിലെല്ലാം കൂടെ ഒന്നങ്ങ് മൊരിഞ്ഞ പോലെയായിട്ട് നല്ലൊരു മണമൊക്കെ വരട്ടെ, അതുവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫിൻ്റെ കക്കം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും അരിഞ്ഞിട്ടങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഗരം മസാല അങ്ങ് വിതറി കൊടുക്കുക. പിന്നെ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ചൊരു സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നമ്മുടെ ബീഫിൻ്റെ കക്കം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ ഒന്ന് സ്നാക്കിൻ്റെത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മാവ് ഒരു 2-3 മണിക്കൂറായി ഇങ്ങനെ കുഴച്ച് വെച്ചിട്ട് ഇനി ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ഞാനിപ്പം എടുത്തത് ഇതൊക്കെയാണ്. 2 പൊട്ടാറ്റോ ഞാൻ നന്നായിട്ട് ഉപ്പും 2-3 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചെടുക്കാം. നന്നായി ഉടച്ചെടുക്കണം. അതായത് അതിൽ കട്ടകളൊന്നും പാടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുഴച്ചിട്ട് ആ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇനിയിപ്പോൾ ഉടച്ചെടുത്ത പൊട്ടാറ്റോയിലേക്ക് ഞാനിപ്പം കുറച്ച് ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ 1-2 പച്ചമുളക് വട്ടത്തിലങ്ങ് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പച്ചമുളക് ചുവന്നിട്ടുള്ള മുളകുണ്ടല്ലോ അതാണ് എടുത്തത്. കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. ഏറ്റവും നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളീൻ്റെയും ആ ഒരു പൊട്ടാറ്റോൻ്റെയും കൂടെ എപ്പോഴും ടേസ്റ്റ് കൂടുതൽ വരാൻ റെഡ് ചില്ലി ഫ്ലേക്സിനാണ്, ചുവന്ന മുളകിനാണ്. അപ്പോൾ അത് കുറച്ച് അങ്ങ് ഇട്ട് കൊടുക്കുക. കുറച്ച് അധികം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി അങ്ങ് മിക്സാക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പും അരമുറിയോളം നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് അങ്ങ് ഒഴിച്ചിട്ട് നന്നായി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇതിപ്പം പൊട്ടാറ്റോ ഒക്കെയാണ്, നല്ല ബൈൻഡിങ് ഒക്കെ കിട്ടും. എന്നാലും വിട്ടു പോകാത്ത വിധത്തിൽ നമ്മൾ ബോളാക്കിയാൽ വിട്ടു പോകാത്ത വിധത്തിൽ ആ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം കുറച്ച് അവിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിൽ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്തതാണ്, വെള്ള അവിലാണ്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവിലിന് പകരം നമുക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം, കടലമാവ് ചേർത്ത് കൊടുക്കാം, മൈദപ്പൊടിയോ കുറച്ച് അരിപ്പൊടിയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ബോളാക്കി എടുക്കണം. ഇനിയിപ്പം ആ ഒരു പൊട്ടാറ്റോ ബോളിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഒരു മുട്ടനെ ഞാൻ 4 പീസാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുട്ടയും റെഡിയായി, നമ്മുടെ പൊട്ടാറ്റോ മിക്സും റെഡിയായി. പൊട്ടാറ്റോൻ്റെ മിക്സ് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള ബോളാക്കി എടുത്തിട്ടുണ്ട്. അതിനെക്കൊണ്ട് ഈ മുട്ട ഒന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ ടാക്കോസ് ഉണ്ടാക്കാൻ. അപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി കണ്ടു നോക്കാം. അപ്പം മുട്ട ശരിക്കും നിർബന്ധമൊന്നുമില്ല, ഞാൻ പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ ചേർത്തതാണ്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പേ ഞാനിപ്പം നമ്മുടെ കിണ്ണത്തിൽ വീത്തിയത് ഉണ്ടാക്കാനായിട്ട്
എന്താ പറയുക, കുറച്ച് വെള്ളം വലിയൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിലൊരു തട്ടൊക്കെ വെച്ച് പ്ലേറ്റ് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഗീയോ ഒന്ന് തടവി കൊടുത്തിട്ട് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അരച്ച് വെച്ച അരീൻ്റെ മാവിൽ നിന്ന് ഒരു 3-4 തവി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്താ പറയണ്ട, ആ പ്ലേറ്റിൻ്റെ ഒരു 1/4 ഭാഗത്തോളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആദ്യം ഒന്നങ്ങ് വേവട്ടെ, എന്നിട്ടാണ് പിന്നെ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ വേവുന്ന സമയത്ത് നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ, എന്നാൽ ഒരുപാട് നേർമയായിട്ട് പരത്തണ്ട, ഒത്ത പോലത്തെ തടിയായിട്ട് തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ ഇതിപ്പം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ചെറിയ സൈസിലുള്ള ഏതെങ്കിലും ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പം പുട്ടുകുറ്റീൻ്റെ ആ ഒരു അടിഭാഗം വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത്രയും വലിപ്പത്തിലുള്ള ടാക്കോസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അങ്ങനെ മാവ് അവിടെ അങ്ങനെ റൗണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് വെക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊട്ടാറ്റോൻ്റെ ബോളിലേക്ക് ഒരു മുട്ടൻ്റെ പീസ് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ആ മുട്ടൻ്റെ ബാക്കി ഭാഗം മാവിൻ്റെ അടിയിലേക്ക് വന്നാലും മതി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത ആ പൂരി ഉണ്ടല്ലോ, അതിലേക്ക് ഈ പൊട്ടാറ്റോൻ്റെ മിക്സ് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഒന്ന് ജസ്റ്റ് എല്ലാ ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡ് വരുന്നിടത്തൊന്ന് താഴോട്ടേക്ക് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കണം, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ പൊട്ടാറ്റോൻ്റെ മിക്സ് ഒരുപാടാവുമ്പം ഭയങ്കര തടിയാവും, മുട്ടയും കൂടെ വരുമ്പം. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു സൈഡ് മുട്ടൻ്റെ ആ വെള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് പൊട്ടാറ്റോ അങ്ങ് കവർ ചെയ്യുന്നില്ല. എന്നിട്ട് ആ ഒരു മുട്ടൻ്റെ ഭാഗം പൂരിയിൽ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ആവശ്യത്തിനൊരു മീഡിയം തടിയേ വരുള്ളൂ, അല്ലാണ്ടാവുമ്പം ഭയങ്കര തടി വന്നു പോകുന്നു. എന്നിട്ട് ജസ്റ്റ് 2 സൈഡും നന്നായിട്ടൊന്നങ്ങ് ഷേപ്പാക്കി കൊടുക്കാം. കണ്ടോ, ഇതാണ് ആ ഒരു ഷേപ്പ് വരുന്നത്. ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം എല്ലാം. പിന്നെ ഒന്ന് എല്ലാ സൈഡും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്തായാലും അങ്ങനെ ആ ഒരു മാവ് പൊട്ടാറ്റോൻ്റെ മിക്സ് ഒന്ന് വിട്ട് വരില്ല. ജസ്റ്റ് ആ ഒരു ഷേപ്പ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മുട്ടൻ്റെ വെള്ളം എന്ന് പറയുന്നത് പുറത്ത് വരാത്ത വിധത്തിൽ വേണം നമ്മൾ പൊട്ടാറ്റോ മിക്സ് കവർ ചെയ്ത് കൊടുക്കാൻ. അപ്പോഴേക്കും നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള ആ ഒരു കിണ്ണത്തപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ബീഫിൻ്റെ മസാല അങ്ങ് വെച്ച് കൊടുക്കാം. എല്ലാ സൈഡിലേക്കും ആക്കിയിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കണം. ഒരു 3-4 തവി അങ്ങ് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനിയുള്ളത് ഒരു 10-15 മിനിറ്റ് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കാം. പിന്നെ ഞാനിപ്പോൾ മസാല ഇട്ടിട്ട് ഒരു പ്ലേറ്റിലുള്ളതേ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി വരുന്ന മാവ് പ്ലെയിനായിട്ട് തന്നെ ഓരോ ലെയറായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് പിന്നെ ഏതെങ്കിലും കറി കൂട്ടി തിന്നാം, അതല്ലെങ്കിൽ ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് നമ്മൾ കല്ലുമ്മക്കായൊക്കെ പൊരിക്കുന്ന പോലെ അങ്ങനെ പൊരിച്ചിട്ടും തിന്നാം. രണ്ടും ടേസ്റ്റാണ്. അങ്ങനെ ഞാനിപ്പം എല്ലാ മിക്സും ഇങ്ങനെ മാവിൽ വെച്ചിട്ട് ടാക്കോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയേണ്ടത്, എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. അപ്പം ഞാനിപ്പം കുറച്ച് വെളുത്ത എള്ളെടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പൊട്ടാറ്റോൻ്റെ ഭാഗം വരുന്നിടത്ത് നന്നായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ കാണാനൊരു ഭംഗിയായിരിക്കും. പിന്നെ വെളുത്ത എള്ളല്ല, ഒരു ഹെൽത്തിയുമാണ്, കുഴപ്പമില്ല. എല്ലാം ഇതേപോലെ അങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പം എല്ലാ ആ ഒരു പൊട്ടാറ്റോ മിക്സിലേക്കും വൈറ്റ് എള്ള അങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. അങ്ങനെ ഇപ്പം എണ്ണ നന്നായി അങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അങ്ങ് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിക്കാനായിട്ട് ഇതിടുമ്പം എള്ള് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു പൊട്ടാറ്റോൻ്റെ മിക്സ് വരുന്ന ഭാഗം ആദ്യം എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. അങ്ങനെയാവുമ്പം എള്ള് പുറത്തേക്ക് അങ്ങനെ അങ്ങ് പോകില്ല. എന്തായാലും ചൂടായ എണ്ണയിലിടുമ്പം എള്ളൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോയി പോകും. അപ്പോൾ ഒരുപാട് അങ്ങ് പോയി പോവാണ്ട് കുറച്ചെങ്കിലും നമ്മുടെ ഈ ഒരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം എള്ള് വരുന്ന ഭാഗം എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ആ ഭാഗം ഒരുപാട് അങ്ങ് വേവണമെന്നില്ല, കാരണം ഓൾറെഡി വെന്തിട്ടുള്ള പൊട്ടാറ്റോ ആണ്. ഒന്നങ്ങ് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ആ 3 സൈഡും മാവ് വരുന്ന ആ ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ടങ്ങ് പൊരിച്ചിട്ടെടുക്കാം. അങ്ങനെ ഇതിപ്പം നന്നായിട്ടങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേവിച്ച പൊട്ടാറ്റോയിൽ പച്ച ഉള്ളിയും കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സും വരുമ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഔട്ടർ പാർട്ടും അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും കൂടെ വന്നപ്പം സൂപ്പറായി.
അപ്പം നല്ല ചൂടോട് കൂടിയിട്ട് ആ ഒരു നോമ്പ് തുറക്കുന്നതിന് കുറച്ച് മുമ്പ് ഉണ്ടാക്കിയാലും മതി, പൊരിച്ചെടുത്താലും മതി. കാരണം ഇത് ചൂടോട് കൂടി തിന്നാനാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അങ്ങനെ നോമ്പ് തുറക്കേണ്ട സമയം ഏകദേശം ആയി. ഞാനിപ്പം അങ്ങനെ എല്ലാം ടേബിളിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട വരഞ്ഞ് പൊരിച്ചിട്ടുണ്ട്. ഡ്രിങ്കായിട്ട് ഞാനിപ്പം സ്ട്രോബെറി ഷെയ്ക്കാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ വീഡിയോ കാണിച്ചതുകൊണ്ട് ഇതിൽ കാണിക്കുന്നില്ല. അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ നമുക്ക് കാണാം. അങ്ങനെ പിന്നെ നോമ്പൊക്കെ തുറന്നിരിക്കുമ്പം എന്ന് പറഞ്ഞാൽ നല്ല ഇടിയും മഴയും ഒക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തോ ഭാഗ്യത്തിൻ്റെ കറണ്ടൊന്നും പോയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ പൈനാപ്പിൾ ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചൻ്റെ മുമ്പെങ്ങാനും വാങ്ങി വെച്ചതാണ്. പഴുക്കാണ്ട് ഇങ്ങനെ വെച്ചിരുന്നിട്ട് ഇപ്പം എന്തോ ഭാഗ്യം പെട്ടെന്ന് പഴുത്തു. അതിപ്പോൾ ഹാഫ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഹാഫ് പീസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈനാപ്പിൾ തൊലി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് വലിയ ആൾക്കാർക്കായാലും പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള, ചിലർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം ഈസി ആയിട്ട് പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മുഴുവനായി കട്ട് ചെയ്യുന്നതിന് പകരം 1 ഇഞ്ച് വലിപ്പത്തിൽ പൈനാപ്പിൾ റൗണ്ടായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കുക, തൊലിയോട് കൂടി തന്നെ. എന്നിട്ട് ആ തൊലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റൗണ്ടിൽ നിന്ന് അങ്ങനെ അങ്ങ് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ ഉണ്ടോ, ഒരു സൈഡിൽ നിന്ന് അങ്ങ് കീറിയിട്ട് കൊടുത്തിട്ട് പിന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരുപാട് ഫ്ലഷ്, അതായത് ആ ഇറച്ചിയൊന്നും ഒരുപാട് അങ്ങ് പോവേയില്ല. പിന്നെ തൊലി മാത്രമായിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ആ സൈഡിലുള്ള കറുപ്പുകളൊക്കെ അത്യാവശ്യം അങ്ങനെ അങ്ങ് കട്ട് ചെയ്തിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പൊതുവേ പൈനാപ്പിൾ കട്ട് ചെയ്യൽ. നിങ്ങളെങ്ങനെയാണ് കട്ട് ചെയ്യാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ചെയ്യാത്ത ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കോ കേട്ടോ. പ്രത്യേകിച്ചും ഈ സമയത്ത് വെറുതെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതിപ്പം ഉപ്പും മുളകും ഇട്ട് തിന്നാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും വിതറി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് മല്ലിയില അരിഞ്ഞത്, പിന്നെ അതുപോലെ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ അങ്ങ് വിതറി കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ കൈതച്ചക്കൻ്റെ സാലഡ് ഉണ്ടല്ലോ, ഫ്രൈഡ് റൈസിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ് ആ ഒരു സാലഡ് തിന്നാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നാളത്തെ വ്ളോഗ്സും പുതിയ ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.